അമ്മൂമ്മ ഏത് സമയം മൊബൈലിൽ കളിച്ചോണ്ടിരിക്കുക അല്ലയോ? അതിന് അമ്മമ്മ അത് ഞാൻ എവള് പറഞ്ഞിട്ടാ എവിടെ അവള് പറഞ്ഞ ഇപ്പൊ എടുത്തേ ഉള്ളൂ ഫോൺ. അമ്മ അമ്മ എങ്ങനെയാ വന്ന്? ഞാൻ ഓട്ടോയിൽ വന്നു. ആ മക്കളെ ഓട്ടോയ്ക്കൊക്കെ ഇപ്പൊ ഭയങ്കര ചാർജ് കൂടുതലാണോ? ഓ അതെന്താന്നറിയാമോ, പെട്രോളിന് ഭയങ്കര പെട്രോളിനും ഡീസലിനൊക്കെ കാശ് കൂടിയില്ലേ, അപ്പൊ പിന്നെ ഓട്ടോയ്ക്ക് കാശ് കൂടും. നേരത്തെ തന്നെക്കാട്ട് 150 രൂപ കൂടുതൽ മേടിച്ചു. ആണോ? അമ്മക്ക് നെഞ്ചിടിച്ചിട്ടുണ്ടാവുമല്ലോ. അത്രയൊന്നുമില്ല. എവിടെ എന്റെ മുട്ടുകയ്യാത്ത വരുമാൻ? നീ റൂമിൽ കിടക്കുന്നുണ്ട്. ഇന്നലെ ആശുപത്രി പോയിട്ട് എന്താ പറഞ്ഞു? മുട്ടിന് ചെറിയ പ്രശ്നമുണ്ടമ്മ, ഈ നീക്കാപ്പെട്ടിരിക്കുക. എത്ര ദിവസം ഇടണോടി? അത് കുറച്ച് ദിവസം ഉണ്ടമ്മ. കാല് വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല, ഈ മറ്റേ പലകൊന്ന് വീണിട്ടേ വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഇത് അതും വെച്ചിട്ട് ഷോ കാണിക്കാനോ ഒന്ന് അടപ്പങ്ങ് നടന്ന് കാല് നീട്ടി വെച്ചിട്ട് അപ്പൊ ചെന്ന് വീണ്. അവൻ എന്തെങ്കിലും ഇച്ചിരിയും കാര്യം മതല്ലോ അത് പെരുപ്പിച്ച് കാണിച്ച് കൊണ്ടു നടക്കാനായിട്ട്. അതെ അതെ. അമ്മൂമ്മ അപ്പൂപ്പൻ എന്താ വരാഞ്ഞേ? അവിടെ ഒരുപാട് ജോലി ഇല്ലയോ മോളെ? പിന്നെ അവൻ വീണെന്ന് പറഞ്ഞപ്പം ഞാനൊന്ന് വന്ന് കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ച് വന്നതല്ലയോ. കണ്ട ഉടനെ പോകാനാ? 1-2 ദിവസം കഴിഞ്ഞിട്ട് പോയത് അമ്മൂമ്മ. അയ്യോ അങ്ങനെ നിൽക്കാനൊന്നും പറ്റത്തില്ല മോനെ, പറമ്പിലൊക്കെ ഒരുപാട് പണിക്കാരില്ലയോ. അതിനെപ്പോഴാ അവിടെ പണിക്കാരില്ലാത്ത? ഇപ്പൊ എന്ത് പണിക്കാര്? ഒയ്യോ, മുമ്പ് എന്തോരം പണിക്കാരായിരുന്നു അല്ലേ അമ്മ? മറ്റേ ആ പൂവമ്പലത്തെ ശങ്കരേട്ടനില്ലേ, ശങ്കരേട്ടൻ, മാധവേട്ടൻ, നാണിത്തള്ള അല്ലേ, അവരൊക്കെ ഇപ്പോഴും ഉണ്ട് അവിടെ. ഈ ശങ്കരേട്ടന് ഭയങ്കര കോമഡി ആയിരുന്നടാ, ഭയങ്കര സ്നേഹമാണ് എല്ലാവരോടും. ശങ്കരേട്ടൻ ഉണ്ട് ഇപ്പൊ അവിടെ? അറിഞ്ഞൂടാ. പിന്നെ ഇടയ്ക്ക് ഞാൻ പാഴൂർ അമ്പലത്തിൽ പോയപ്പോ അവിടെ വെച്ചൊന്ന് കണ്ടായിരുന്നു. മാമിയേ ഇതാരും വരുമാനം ഇങ്ങോട്ടൊന്ന് ഇറങ്ങി വാ, കാണട്ടെ. ഭയങ്കര നടത്തിയാന്നല്ലോ. അതെ, കാലില് വെയിറ്റ് കൊടുക്കുന്നവർ ഭയങ്കര വേദന. മുട്ടല്ലേ, കളിച്ച കളിയാ? കളിച്ച കളിയാണെന്ന് ഇപ്പോഴെങ്കിലും മോന് മനസ്സിലായല്ലോ. എനിക്കത് പണ്ടേ അറിയായിരുന്നു. മാമി അനുഭവത്തിലൂടെ എല്ലാം പഠിക്കുള്ളൂ. അമ്മ അമ്മ വല്ലതും കഴിച്ചായിരുന്നോ? ഞാൻ കഴിച്ചു. നീ വല്ലതും കഴിച്ചായിരുന്നോ ബാല? ഞാൻ കഴിച്ചു. മാമിക്ക് വല്ലതും കൂടെ വാ, കടക്കളയിൽ പോവാം. എടാ നീ വയ്യാത്ത കാലം വലിച്ചോണ്ട് എങ്ങോട്ട് പോവാ? നീ അവിടെ കാണാൻ ചെന്ന് കിടക്ക്. മാമി എന്നെ കിടത്താൻ വന്നവരുണ്ടല്ലോ. ആ ചുമ്മാ ഇരുപാല് എന്തോന്ന്? അതന്നെ അച്ഛൻ ചുമ്മാ ആ മുമ്പ് സംസാരിച്ച് കുളമാക്കാതെ പോയി കിടന്നുറങ്ങാൻ. സംസാരിക്കാനുള്ള ആവതൊക്കെ പോയി മോനെ. ഒരു മുട്ടുവേദന വന്നപ്പോഴത്തേനെ എന്റെ മരുമോനൊന്ന് ഒതുങ്ങി. മാമിയെ ഒരു വെല്ലുവിളി ഏറ്റെടുക്കാനുള്ള ആവതൊക്കെ എനിക്ക് ഇപ്പോഴും ഉണ്ട്. ഒന്ന് മിണ്ടായിരടാ, ഞാൻ വെറുതെ പറഞ്ഞതാ. ശേഷി വാടാ, ഇങ്ങോട്ട് ജംഗ്ഷൻ വരെ ഒന്ന് പോയിട്ട് വരാം. ജംഗ്ഷൻ വരെ ഒന്ന് പോയിട്ട് വരാം. എന്തിനാ ഇപ്പൊ ജംഗ്ഷനിൽ പോണേ? കാര്യമുണ്ട്, കാര്യമുണ്ട്. വരാം. വയ്യാത്ത കാലം വെച്ചോണ്ട് നീ വലസല്ലേ ബാലു? മാമി താൻ പറഞ്ഞെന്ന് പോയിട്ട് വരാം. മാമി നേരെയായിട്ട് വല്ലതും കഴിച്ചിട്ടിരിക്കും. കളിച്ച് കളിച്ച് കാലം അവൻ ഇങ്ങനെ ആക്കി. ഇനി അത് എന്ന് നേരെ ആവാനാ? അതൊക്കെ നേരെയാവും. അമ്മ ഇങ്ങ് വാ, ആ ബാഗ് എടുത്ത് മാറ്റി വെച്ചേ. എന്നാ വന്നപ്പോ തൂക്കിയിട്ടേക്കുക. വാ നമുക്ക് അവിടെ ഇരുന്ന് കാര്യങ്ങളാണ്. ഓ പിന്നെന്താ, ഇങ്ങോട്ട് നീങ്ങിരി. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഓ അവിടെ എന്താ വിശേഷമാ? അവിടെ ഞാനും അപ്പൂപ്പനും മാത്രല്ലേ ഉള്ളൂ. ഞാനും പടവലത്ത് വന്നിക്കട്ടെ? പിന്നെന്താ, എന്റെ മോള് വന്നോളൂ. പെട്ടെന്ന് എന്താ ഇങ്ങനെ തോന്നാൻ കാര്യം? ഒരാള് കൂടുതല. അയ്യോ ഇവിടെ ആള് കൂടുതലാണോ? അതുകൊണ്ട് ശ്രദ്ധ കിട്ടുന്നില്ല. അയ്യോ എന്റെ കുഞ്ഞിനെ ആരും ശ്രദ്ധിക്കുന്നില്ലയോ? കുട്ടി പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE. 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ. +971 5263 10876. ഇവിടെ ഇത്രയും ആളുകളുടെ ശ്രദ്ധ കിട്ടിയിട്ടും അവർക്ക് അതൊന്നും പോരാ. അമ്മൂമ്മ ഇവിടെ എന്നെ കഷ്ടപ്പെടുത്തിയ കഥയൊക്കെ കേട്ടാണ്ടല്ലോ അമ്മൂമ്മ ഞെട്ടും. ചില്ലറയ്ക്കൊന്നും അല്ല ഉപദ്രവിച്ചേക്കുന്നേ. ഞാനാ? ആ നീ തന്നെ. അമ്മൂമ്മയ്ക്കറിയോ, ആ ക്ലാസ്സിൽ പോകുന്ന നേഴ്സറിക്കൊക്കെ പോകുന്ന ഒരു മാസം ഉണ്ടല്ലോ, ഇവിടെ എന്നും അടി ഇടി നരവിളി കരച്ചില് ബഹളം ഇത് തന്നെയായിരുന്നു മൊത്തം. സ്കൂളിൽ നിന്ന് ഇറങ്ങി ഓടിയിട്ടുണ്ട് ഇവിടെ അമ്മൂമ്മ. ആണോ മക്കളെ? പണ്ടത്തെ കഥ അമ്മൂമ്മ. ഇപ്പൊ ഒറ്റ കാര്യത്തിൽ അവൾക്ക് നിർബന്ധമുള്ളമ്മ, ഐസ്ക്രീം കിട്ടിയില്ല അവൾക്ക് വിഷയം മാറും അപ്പൊ തന്നെ. ഐസ്ക്രീം ഒന്നും ഒത്തിരി കഴിക്കരുത് കേട്ടോ. ആരും വാങ്ങിത്തരുന്നു. അയ്യോ ആരും വാങ്ങിച്ചു കൊടുക്കാറില്ല കേട്ടോ ഐസ്ക്രീം. കള്ളി. അച്ഛൻ എഴുന്നള്ളുന്നുണ്ട്. എടാ പോയി പിടിച്ചോണ്ട് പാടാ, വല്ലയിടത്തും വീഴും. എന്റെ ഒന്നും ആവശ്യമില്ല അങ്കപ്പാർ. ഇതിന് നോക്കണ് എന്തുവാടാ ഇത്? വടി വാങ്ങിക്കാൻ പോയാണ്. ശരീരഭാരം മുട്ട് വയ്യാത്തോട്ട് താങ്ങണില്ല, കാല് ചെറുതായിട്ടൊന്ന് വളഞ്ഞു പോയി. ഇതാകുമ്പോൾ ഉള്ള വെയിറ്റ് എല്ലാം ഇത് താങ്ങിക്കോളും. ഇനി എന്ന് യവ എൻ്റെ കൂടെ കാണും. അങ്ങോട്ട് പോയപ്പോ ഇത്രയും വെള്ളം ഉണ്ടായില്ലല്ലോ കാലിന്. അത് തന്നെ ഓരോ നിമിഷം തോറും വളഞ്ഞുകൊണ്ടിരിക്കും. കാരണം മുട്ടിന് അധികം വെയിറ്റ് താങ്ങാൻ പറ്റുന്നില്ല. എന്നും നിന്റെ കൂടെ കാണുവാടാ ഈ വടി? കാണും. അപ്പൊ ഇനി ഈ വടി ഒഴിവാക്കണില്ല? എടി ഒഴിവാക്കി എനിക്ക് നടക്കാൻ പറ്റുമോ? അപ്പൊ അച്ഛൻ ഉറപ്പിച്ചടാ. നമുക്കുള്ള ക്യാഷു എനിക്കിനി പഴയവരെ നടക്കാനൊന്നും പറ്റുള്ളൂടാ.
പോയി, എല്ലാം പോയി. അത്രയ്ക്ക് വയ്യ അച്ഛാ. പറ്റൂടാ, പണ്ട് ഞാൻ ഓടി നടന്ന് കളിച്ച കാലമൊക്കെ ഇപ്പൊ മനസ്സിൽ കൂടെ ഇങ്ങനെ അച്ഛാ മക്കളെ വിഷമിക്കാതെ, ഇത് വിധിയാണ്, അച്ഛൻ്റെ വിധിയാണ്. അതിന് ആർക്ക് വിഷമം? എന്റെ ജാതി വടിയെടുത്താ ദൂരെ കളഞ്ഞ് അച്ഛന് വടിയിലേക്ക് നടക്കാനൊക്കെ പറ്റും. ചുമ്മാ കളിക്കരുത് കേട്ടോ. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയതെന്ന് വെച്ചാൽ മുട്ടാണ്. ആ വേദന ഉണ്ടല്ലോ, അത് ഏറ്റവും കൂടുതൽ അനുഭവിച്ച എൻ്റെ മാമിയാണ്. ചോദിച്ചോളൂ, മാമി എങ്ങനെയുണ്ട് മുട്ടങ്ങനെ, മുട്ടുവരേണ്ട എങ്ങനെയുണ്ട്? എന്റെ ദൈവമേ, അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ലേ, അത് ഓർമ്മിപ്പിക്കല്ലേ മോനെ. മതി, കൂടുതൽ വിശദീകരിക്കണ്ട. ഇതിപ്പോ അച്ഛൻ വടിയും കുത്തി റോഡിലൂടെ കിടന്നാ നാട്ടുകാർക്ക് എന്ത് പറയും ചാ? നാട്ടുകാരെന്ത് പറയാം? ബാലുവിൻ്റെ ഒരു കാല് പോയെന്ന് പറയും, സ്വാധീനക്കുറവെന്ന് പറയും. അച്ഛൻ എന്തോ വെച്ചാ ഇങ്ങനെയൊക്കെ പറയണത്? പിന്നല്ലാതെ ഞാൻ എന്ത് പറയണം? പിന്നെ മക്കളെ കേശ കൂടിയാ ഒരു കാര്യം അച്ഛൻ പറയാം, ആവശ്യമില്ലാതെ ചെന്ന് വഴക്കിലൊന്നും ഇടപെടരുത്. അച്ഛനെ പഴയ പോലെ പറന്നടിക്കാനൊന്നും പറ്റില്ല. അമ്മ എനിക്കിതൊക്കെ കേട്ടിരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അമ്മ വാ. അയ്യാതായപ്പോൾ എല്ലാവരും ഇട്ടിട്ട് പോകണല്ലേ? ദാ വരുന്നു മരുമോനെ. ഇപ്പം മനസ്സിലായോ മുട്ടെന്ന് പറഞ്ഞ ചില്ലറ കളിയല്ലെന്ന്? എൻ്റെ ദേവി, എൻ്റെ മരുമോനെ നീ എന്നെ പോലെ ആക്കി തന്നല്ലോ. അമ്മ എന്തോ നമ്മ ഇങ്ങോട്ട് വാന്ന്. എടി പിന്നെ അവൻ പറഞ്ഞൊക്കെ നീ കേൾക്കുന്നില്ലയോ? ഈ അമ്മ ഇനി ഇവിടെ നിന്ന് പറഞ്ഞു വഴക്കുണ്ടാക്കോട്ടാ. നമുക്ക് വേറെ പണിയൊന്നുമില്ലേ അമ്മ? ഇങ്ങോട്ട് വാ. അങ്ങനെ മാമിയുടെ ശാപം വലിച്ച് സന്തോഷമായല്ലോ മാമിക്ക്. നീ എന്തൊരു വർത്താനാ ബാലു ഈ പറയുന്നത്? ഞാൻ എന്തോ നിന്നെ ശപിച്ചെന്നാ? അമ്മ വാമ്മ ഇങ്ങോട്ട്. എടി അവൻ പറയുന്നൊക്കെ നീ കേൾക്കുന്നില്ലയോ? ഇതെപ്പോഴും കേൾക്കണല്ലേ? കേട്ട് കേട്ട അവസാനം നിങ്ങൾ തമ്മിൽ അടിയാവും. എന്താ പറഞ്ഞു? നീ മേടിച്ചോ? അത് ശരിയാവൂല.